വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പലപ്പോഴായി ആ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുകയും ഞങ്ങളെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത, അങ്ങനെ അത്തരം അപമാനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന 4 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മ അസോസിയേഷനിൽ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണമെന്നും ഒരു സ്ത്രീകൾക്ക് ഭരിക്കുന്ന സ്ത്രീകൾ ഭാരവാഹികളായിട്ടുള്ള ഒരു നേതൃനിര വരണമെന്നും ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻസിബയും നമ്മുടെ സരയും വോട്ട് ഇലക്ഷനിൽ നിന്നവർ ജയിച്ചെങ്കിലും അവർ വോട്ട് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സ്ത്രീകളുടെ നമുക്ക് സംവരണ സീറ്റുകളായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ മറ്റൊരു അംഗത്തിന് കിട്ടിയതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കമ്മിറ്റി തീരുമാനിക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ ജനറൽ ബോഡിയിൽ സ്ത്രീകൾ ശബ്ദമുയർത്തുകയും അത് സാധിക്കില്ല, ഞങ്ങൾ തെരഞ്ഞെടുത്ത വനിതാ അംഗങ്ങളാണ്, ഇവരെ തന്നെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ഈ ജനറൽ ബോഡിയിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായി വാദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻസിബയും സനയും ആ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണുണ്ടായത്. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സാഹചര്യം. ലാലേട്ടൻ രാജിവെക്കുന്നു, പിന്നാലെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെക്കുന്നു. ആ സമയത്ത് ആ കമ്മിറ്റിയിലും അതിനെ തുടർന്നുണ്ടായ അഡോ കമ്മിറ്റിയിലും അൻസിബയും ഉണ്ടായിരുന്നതാണ്. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയായിരുന്നു. അവസാന നിമിഷത്തിലാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ, അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാവുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ശിഷ്ടം ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മറ്റ് ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവൃത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും 2 ചേരിയിലായിട്ട് നിന്ന് 2 പേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ 2 പേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. പിന്നീട് മീഡിയയിലൂടെ വന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതിനകത്തിരിക്കുന്ന ഭാരവാഹികളെയൊക്കെ വിളിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വാർത്തകളൊക്കെ വരുന്നു. ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് അമ്മ സംഘടനയിൽ നടക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. അപ്പോൾ ഒരു സ്ത്രീയാണ്, ആദ്യം തന്നെ മാനേജറായ സ്ത്രീയാണ് അവർ പുറത്താക്കുന്നത്. അതിനുശേഷം അൻസിബ പല പ്രാവശ്യവും
ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ആ കുട്ടി തുടക്കം മുതൽ ആ കുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അപമാനങ്ങൾ ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഭാരവാഹികൾ. അപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അവർ ഒരു സ്ത്രീ ആ കുട്ടി അവിടെ പരാതി കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ അപമാനിക്കാൻ പറ്റുമെന്നാണ് അവർ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ശരിയായ പ്രവണതയല്ല. അതുപോലെ തന്നെ ഈ അൻസിബ, ഇവർ വിമൻ കാർഡ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തു പറഞ്ഞാലും പറയുന്നത് വിമൻ കാർഡ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അൻസിബയെ കുറിച്ച് നമ്മുടെ അനൂപ് ചന്ദ്രൻ വളരെ മോശമായ തരത്തിൽ ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയെ കുറിച്ച് ശ്വേതാ മേനോനോട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളുടെ സീനിയറായിട്ടുള്ളൊരു ലേഡി ആർട്ടിസ്റ്റാണ് പറയുന്നത്, വളരെ മോശമായി പോയി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശം, കുട്ടി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കണം അതിൽ നിന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി, അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൻസിബ അത് വിശദീകരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവർ കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്, അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പം സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിലും പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക, ഭീഷണി പോലെ അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയും ശരിയല്ല.